ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എങ്ങനെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്രാബ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം വേണം: ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്. ഒരു കടായിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തതാണ് കേട്ടോ ചേർക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമുക്ക് പച്ചമുളക്, കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. നല്ലതുപോലെ വഴറ്റി അതിൻ്റെ പച്ചമണക്കം മാറുന്നത് വരെ വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്യാണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ കുരുമുളക് പൊടിയുടെ ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം കേട്ടോ. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയോടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മെയിൻ താരമായത് ക്രാബ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് വലിയ ക്രാബൊന്നുമല്ല, ചെറിയ മീഡിയം സൈസിലുള്ളതാണ് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്കൊരു 1/4 കപ്പ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അതേ ഒരു തള വന്നതിന് ശേഷം നമുക്ക് അടച്ച് വെക്കാം. എന്നിട്ട് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഒരു കറിവേപ്പിലേൻ്റെ തണ്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതുകൂടെ ഒഴിച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് നേരം അടച്ച് വെക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രാബ് റോസ്റ്റിൻ്റെ റെസിപ്പി. അടിപൊളിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.